ഞങ്ങൾ വേദപുസ്തകത്തിൽ ഈ ഭൂമിയിൽ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് വേദപുസ്തകമാണ്, ജീവിക്കുന്ന പുസ്തകം, ജീവന്റെ പുസ്തകം എന്നാണ് അത് പറയുന്നത്. ആ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും ജീവപുസ്തകം എന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള ഒരു വിധി പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പേരില്ലാത്ത ഏവനെയും നരകത്തിൽ വീഴേണ്ട ആവശ്യം വരും എന്നുള്ളത് വ്യക്തിയും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ നല്ല പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അതിന് അനന്തരഫലം നല്ലതായിരിക്കും. അല്ല, മോശമായ പ്രവർത്തിയിൽ കൂടി ജീവൻ നയിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ നിങ്ങൾ എങ്ങിലും ചെല്ലുകയില്ല, നിങ്ങൾ ഒടുവിൽ ചെല്ലുന്ന നരകത്തിലായിരിക്കും. സ്വർഗം നരകം എന്ന് പറഞ്ഞ രണ്ട് അവസ്ഥകളാണ് മനുഷ്യൻ ദൈവം വെച്ചിരിക്കുന്നത്. അതിൽ സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ പ്രവർത്തികൾ ചെയ്യേണ്ടത് ആവശ്യമാണ്, അവരിൽ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്, അവന്റെ കാലുകളെ അവന്റെ പാദങ്ങളെ നാം തുടരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ളവരെ മാത്രമേ കർത്താവ് സ്വീകരിക്കുകയുള്ളൂ. നിങ്ങൾ ഹൃദയത്തിൽ വഞ്ചന വെച്ചുകൊണ്ടും കാളത്യം വെച്ചുകൊണ്ടും നമുക്ക് കർത്താവിനെ സേവിക്കുവാനോ കർത്താവിൽ മുന്നോട്ട് പോകാനോ സാധിക്കുകയില്ല. അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുന്നത്, എന്റെ അടുക്കൽ വരുവീൻ, ഇത് നിങ്ങളെ മാറി വിളിച്ച് പറയുകയാണ്, എന്റെ നുക ഏറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിപ്പീനെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആ നല്ല കർത്താവിനെ നിങ്ങൾ സ്വന്തം സൃഷ്ടിതാവായി രക്ഷിതാവായി നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അത് നിങ്ങൾ ഇന്ന് ചെയ്യുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ കർത്താവിന്റെ മകനായി തീരും, മകളായി തീരും. ഇത് നിങ്ങൾക്ക് കർത്താവ് സ്വാതന്ത്ര്യമായി നൽകിയിരിക്കുകയാണ്. ഇതിന് പൈസയും യാതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ഫ്രീ ആയ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. കർത്താവിന് സ്വതന്ത്രമായി സ്വീകരിച്ച് അവനെ മകനും മകളുമായി കർത്താവിന്റെ മകനായി മകളായി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അനന്തരഫലം സ്വർഗത്തിലും നിങ്ങൾക്ക് അതിന് അനന്തരഫലം ലഭിക്കും. നിങ്ങൾ സ്വർഗത്തിൽ ദൈവത്തോടു കൂടിയായിരിക്കും. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം മനസ്സിലാക്കണം. ആ വചനം ജഡമായി തീർന്നു മനുഷ്യന്റെ ഇടയിൽ പാർത്തു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ 33 വയസ്സിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, ഞാൻ ഇതാ പോവുകയാണ്, ഞാൻ പോയതുപോലെ വീണ്ടും വരും, എന്തിനെ? നിങ്ങളെ ചേർക്കുവാൻ വേണ്ടി. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള വിശ്വാസവും ഞങ്ങളുടെ പ്രത്യാശയും ആ ദൈവം വീണ്ടും വരും, ഞങ്ങളെ ചേർക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് വരും. അന്ന് അവന്റെ പ്രവർത്തികൾ ചെയ്യുന്ന അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവിന്റെ കൂടെ പോകുവാൻ സാധിക്കും. ഇല്ല എങ്കിൽ ഇവിടെ വിട്ടിട്ട് പോകും. എന്നാല് ഒടുവിലൊരു ന്യായവിധിയുണ്ട്. കർത്താവിന്റെ വെള്ളസിംഹാസനത്തിന്റെ മുൻപാകെ സ്വർഗത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് നിർത്തിയിട്ട് നമ്മുടെ കുറവുള്ള കർത്താവ് ഒരു കണ്ണാടിയിൽ എന്ന പോലെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ എന്തൊക്കെയാണ് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കുറ്റങ്ങള് പാപങ്ങൾ എന്നുള്ളത് അതിനെ കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ വിഷണ്ണരായി തീരും, നമ്മൾ മുഖം കുനിക്കുന്നവരായി തീരും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾ കർത്താവിനെ സ്വന്തം വിഷയമായി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവന്റെ മകനായി തീരും, മകളായി തീരും. എന്നാൽ നിങ്ങൾക്ക് കർത്താവിനോട് വാഴുവാൻ സാധിക്കും. കർത്താവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴും എന്ന് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും നിങ്ങൾ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും ദൈവിക സമാധാനം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ നല്ല കർത്താവിനെ സ്വന്തം വിഷയമായി സ്വീകരിക്കുന്ന ഏത് വ്യക്തിക്കും അവന്റെ മകനായി തീരുവാൻ, മകളായി തീരുവാൻ അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് കർത്താവ് നൽകിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ വചനം നിങ്ങളോട് അറിയിക്കുന്നത്. ആ വചനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് മറ്റു പണിയൊന്നുമില്ല, ഇല്ലാത്തവരല്ല. ഞങ്ങൾ യഥാർത്ഥമായി തീർച്ചയായും കർത്താവിന്റെ വചനം പറയാൻ വേണ്ടിയാണ് ഈ ഏരിയയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഈ നല്ലവനായ കർത്താവിനെ നിങ്ങളുടെ മുന്നിൽ ഏറ്റു പറയേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ വചനം ഘോഷിപ്പീൻ എന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഈ ഗ്രാമത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഈ വലിയവനായ ദൈവത്തെ കുറിച്ചുള്ള സത്യം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ്. സത്യത്തിൽ നടക്കുന്നവൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് മാത്രമേ സത്യത്തിൽ നടക്കുവാൻ സാധ്യതയുള്ളൂ. അതിനാൽ നീ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുക. ആ ദൈവം നിങ്ങളെ കൈക്കൊള്ളും. തീർച്ചയായിട്ടും അവന്റെ മകനായി തീരുവാണെങ്കിൽ, മകളായി തീരുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പോകേണ്ട ആവശ്യമുണ്ടാകുകയില്ല. നിങ്ങൾ ദൈവത്തിന്റെ കൂടെ സ്വർഗത്തിൽ സദാ വാഴും, യുഗാനുയുഗം കർത്താവിന്റെ കൂടെ വാഴുമെന്നുള്ള പൂർണ്ണ നിശ്ചയം ഞങ്ങൾക്കുണ്ട്. എന്നാൽ നിങ്ങൾക്കുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക.
ആ കർത്താവിനെ നിങ്ങൾ സ്വന്തം വിഷയമായി സ്വീകരിക്കുക. അവനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുക. കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക. നിങ്ങളുടെ എല്ലാ വഴികളിലും കർത്താവിന്റെ ചിന്തകളുമായി മുന്നോട്ട് നീങ്ങുക. കാര്യങ്ങളെ ഗൗരവമായി മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കർത്താവിന് വേണ്ടി നിങ്ങൾ ജീവിപ്പാൻ കർത്താവിന്റെ വചനം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, എനിക്ക് നൽകിയിരിക്കുന്നത് കർത്താവിന്റെ മകളായി തീരുവാൻ വേണ്ടിയാണ്. ആ വിലയേറിയ വചനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഈ കർത്താവിനെ ഞങ്ങൾ പറയാതിരുന്നാൽ ഞങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കേണ്ടി വരും. അതിനാൽ ഈ സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളെ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ തിരുവചനം മനസ്സിലാക്കുവാനും ദൈവത്തിന്റെ മകനായി തീരുവാനുള്ള അനുവാദമുണ്ട്, അതിനുള്ള അവസരമുണ്ട്. അത് ഏത് സമയത്ത് ചെയ്യാൻ സാധിക്കും. അതിനാൽ ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് നാം മഹത്വപ്പെടുവാനാകട്ടെ.